ആന്റണി, ആന്റണി, ഏത് ആന്റണി? ചേട്ടനന്ന് ബ്ലഡ് വന്നില്ലേ? ഓ, ഛേ, ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. പിടികിട്ടാപ്പുള്ളികളെ പറ്റിയുള്ള കേസുകൾ അന്വേഷിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? സാർ, ആന്റണി ഐസക്, ലാൻസ് നായിക്, 56 APO, ഡെറാഡൂൺ. ആന്റണി ഭാര്യയെ കൊന്നു, ഇപ്പോഴും ഒളിവിലാണ്. മിസ്സിസ് ലളിത ആന്റണി, wife of Anthony Isaac, found dead at her residence. Post-mortem report, head injury, death instantaneous. ലളിത, ആന്റണിയുടെ ഭാര്യ. ഞാൻ എവിടെയാണ് ലളിതയെ കണ്ടത്? എവിടെയാണ്? കറക്റ്റ്, ഡെറാഡൂണിൽ, ആ മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ച്. നിനക്ക് വേണമെങ്കിൽ നാളെ പോവാം. കോളേജ് തുറക്കാറായില്ലേ? ഓ, അത് സാരമില്ല. ഇനിയും 2 ആഴ്ച ഉണ്ട്. ഏതായാലും നാളെ ഡിസ്ചാർജ് ആകുമല്ലോ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ഞാൻ ലളിത, ആന്റണിയുടെ ഭാര്യ. ഓ, ആരാ ഈ ആന്റണി? ചേട്ടൻ എങ്ങനെ അറിയാനാ? ബോധമില്ലാതെ കിടക്കയില്ലായിരുന്നു. ചേട്ടൻ അന്ന് ബ്ലഡ് വന്ന ആന്റണിയാ. പുള്ളിക്കാരനെ പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടതേയില്ല. അഹമ്മദാബാദിൽ 2 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് പോയിരിക്ക. സാറിന് ചേട്ടനങ്ങ് പിടിച്ചുപോയെന്നാ തോന്നുന്നേ. ദിവസവും കഞ്ഞി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ പോയത്. ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഓ, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ആന്റണി ഒന്ന് കാണണമല്ലോ. ഈ ആഴ്ച അവസാനം മടങ്ങി വരും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആന്റണിക്ക് എങ്ങനെ ലളിത വന്നു? ലവ് മാരേജ്? യെസ്. ഇപ്പൊ എന്തിനാ ഈ 2 ആഴ്ചത്തെ ട്രെയിനിങ്? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ പട്ടാളത്തിൽ ചേർന്നത്? അത് ഞാൻ ബ്രിഗേഡിയറോട് ചോദിച്ചിട്ട് പറയാം. ഈ ഹണിമൂൺ സമയത്ത് ഞാൻ എന്തിനാ ഈ കോഴ്സിനൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ജയിച്ചു കിട്ടിയാലേ 75 രൂപ ഇൻക്രിമെന്റ്, അറിയാം? ഓ, നീ എന്തിനാ പേടിക്കുന്നത്? ചുറ്റും നമ്മുടെ ആൾക്കാരല്ലേ. സത്യത്തിൽ നീ ഭാഗ്യവതിയാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? ആനുവൽ ലീവ് കിട്ടുന്ന 2 മാസം ഇവിടെ പലരുടെയും കുടുംബജീവിതം. ആ, പിന്നെ ആശുപത്രി കഞ്ഞി കൊണ്ടുപോകുന്ന കാര്യം മറക്കരുത്. ഒന്നുമില്ലെങ്കിലും മലയാളികളല്ലേ, പ്രത്യേകിച്ച് അന്യദേശത്ത് വന്ന് അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോ. ആന്റണി, ദേരി ഹോ ഗയാ, ജൽദി ആओ. 1 മിനിറ്റ്. बता। हम सब देखा था। अरे तुम क्या किया अंदर? नहीं, चुप रहो, कुछ नहीं।
പ്ലീസ് പോകൂ. ആ 1 minute. It's all right. ഇത്ര വേഗം എത്തിയോ? 2 ആഴ്ച എന്ന് പറഞ്ഞ് പോയിട്ട് 1 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. ആ പുതുമോടിയല്ലേ, ചെല്ല് ചെല്ല്. ഞാനിത് ചവിട്ടി പൊടിക്കും. കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ 5 വർഷമായി. രാജ്യത്തിന് പുറത്തു പോകാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ പണമോ അവനില്ല. ആ പെൺകുട്ടി എന്താ അങ്ങനെ ചെയ്തത്? ക്വയറ്റ് നാച്ചുറൽ. കുറെ സമ്പാദ്യവുമായി ഒരു വാർഷിക ലീവിന് നാട്ടിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ. ഒരുപാട് പണം, ഗ്ലാമർ, പറയത്തക്ക വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടി വീണുപോവാൻ ഇതൊക്കെ പോരെ? വീണു. വീട്ടുകാരെ എതിർത്തപ്പോ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചൊരു കല്യാണം, ലീവ് കട്ട് ചെയ്ത് ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് മടക്കയാത്ര. ഡെറാഡൂണിലെ മിലിറ്ററി ക്വാർട്ടേഴ്സിലെത്തിയപ്പോ പെണ്ണിന്റെ സ്വപ്നങ്ങൾ തകർന്നു. You, come here. Stand this. What is this? Oh, I'm sorry, sir. 10 front row and 10 back. ഒരു സാധാരണ പട്ടാളക്കാരുടെ ജീവിതത്തിന് അത്രയൊന്നും ഗ്ലാമർ ഇല്ലെന്ന് പെണ്ണ് മനസ്സിലായി. ആ ഫ്രസ്ട്രേഷൻ അല്പം കൂടി ഗ്ലാമറും പണവുമുള്ള ഏതെങ്കിലും ഒരുത്തം മുതലെടുത്ത് കാണും. ആരാവൻ? ആരോ ആട്ടെ, തനിക്കെന്താ ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ്? എനിക്കറിയാം ഈ ആന്റണിയെയും ലളിതയെയും.